പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കോവിഡ്-19 വലിയ രീതിയിലുള്ള കഷ്ടപ്പാടാണ് ലോകത്തിലെ ജനങ്ങൾക്ക് നൽകിയത്. ഗൾഫ് രാജ്യങ്ങളിൽ കോവിഡിനെ തുടർന്ന് ജോലി നഷ്ടപ്പെട്ട നിരവധി പേരാണ് ഉള്ളത്. കോവിഡ് രൂക്ഷമായ സാഹചര്യത്തിൽ വിദേശ നാടുകളിൽ കുടുങ്ങിപ്പോയ അനവധി ആളുകളെ നാട്ടിലെത്തിക്കാൻ ഇന്ത്യൻ സർക്കാർ ശ്രമിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ദുബായിൽ കുടുങ്ങിക്കിടക്കുന്ന നിരവധി ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. കോവിഡിനെ തുടർന്ന് ജോലി നഷ്ടപ്പെട്ട ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കുന്ന നടപടികൾ ഊർജിതമായി പുരോഗമിക്കുകയാണ് എന്ന് ദുബായ് ഇന്ത്യൻ കൗൺസിൽ ജനറൽ ഡോക്ടർ അമൻ പുരി അറിയിച്ചു. ആയിരക്കണക്കിന് ഇന്ത്യക്കാർ ജോലി നഷ്ടപ്പെട്ടോ ബിസിനസ് പ്രതിസന്ധിയിലായോ യുഎഇയിൽ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. കോവിഡ് സൃഷ്ടിച്ച ഈ പ്രതിസന്ധി മറികടക്കാൻ ഇന്ത്യൻ സർക്കാർ യുഎഇ ഭരണകൂടവുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണ് എന്നും അമൻ പുരി പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കി. രേഖകൾ നഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടുന്നവർക്ക് വേണ്ടി കോൺസുലേറ്റ് സമീപ ദിവസങ്ങളിൽ ഒട്ടേറെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. എമർജൻസി സർട്ടിഫിക്കറ്റുകൾ വേഗത്തിൽ വിതരണം ചെയ്യാൻ ഇപ്പോൾ സാധിക്കുന്നുണ്ട്. പാസ്പോർട്ട് വിതരണവും വേഗത്തിലാക്കും. പാസ്പോർട്ടിന്റെ പകർപ്പ് പോലും കൈവശമില്ലാത്തവർക്ക് ഇന്ത്യൻ പൗരനാണ് എന്ന് തെളിയിക്കുന്ന മറ്റെന്തെങ്കിലും രേഖ കാണിച്ചാൽ വേഗത്തിൽ പാസ്പോർട്ട് നൽകാൻ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഒരു ദിവസം ശരാശരി 40 എമർജൻസി സർട്ടിഫിക്കറ്റുകളാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത്. BLS കേന്ദ്രങ്ങളിൽ ഫയലുകൾ കെട്ടിക്കിടക്കുന്നുണ്ട്. അടുത്ത മാസം അവസാനത്തോടെ ഈ ഫയലുകളിൽ തീർപ്പ് കൽപ്പിക്കും. BLS സേവനം വേണ്ടവർക്ക് അപേക്ഷ നൽകി 5 ദിവസം കൊണ്ട് തന്നെ കൂടിക്കാഴ്ചയ്ക്ക് അവസരം ലഭിക്കുന്നുണ്ട് എന്നും കോൺസുൽ ജനറൽ വ്യക്തമാക്കി. കോവിഡ് സമയത്തെ കോൺസുലേറ്റിന്റെ ഹെൽപ്പ് ഡെസ്ക് നന്നായി തന്നെ പ്രവർത്തിച്ചു. ഒരു മാസം ഏകദേശം 80,000 ഫോൺ വിളികൾ എത്തി. വന്ദേ ഭാരതിൽ 3.75 ലക്ഷം പേർ ഇതിനകം നാട്ടിലേക്ക് മടങ്ങി. 600 പേർക്ക് ദുബായിൽ ഇന്ത്യൻ കോൺസുലേറ്റ് സൗജന്യ വിമാന ടിക്കറ്റ് നൽകി. കോൺസുലർ സേവനം ഇപ്പോൾ 365 ദിവസമായി വ്യാപിപ്പിച്ചിരിക്കുകയാണ്. പരാതി പരിഹരിക്കുന്നതിന് ഏകജാല സംവിധാനം ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. കോവിഡ് സമയത്ത് യുഎഇയിലെ ഇന്ത്യൻ മാധ്യമങ്ങളുടെ സേവനം പ്രശംസനീയമാണ്. കൊറോണ സംബന്ധിച്ച ശരിയായ അറിവുകൾ പകർത്തുന്നതിനോടൊപ്പം തന്നെ സാധാരണക്കാരായ പ്രവാസികൾക്ക് വേണ്ടി മാധ്യമങ്ങൾ ഇടപെടലുകൾ നടത്തുകയും ചെയ്തു. ഇത് ചരിത്രത്തിൽ അടയാളപ്പെടുത്തുമെന്നും അമൻ പുരി പറഞ്ഞു. അതേസമയം വിവിധ സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ നിരവധി ആളുകൾ നാട്ടിലേക്ക് മടങ്ങുന്നുണ്ട്. തൊഴിൽ പ്രശ്നങ്ങളിൽപ്പെട്ട് ദുരിത ജീവിതം നയിച്ചിരുന്ന 4 മലയാളികളെ റിയാദ് KMCC സെൻട്രൽ കമ്മിറ്റി വെൽഫെയർ വിങ്ങിന്റെ സഹായത്തോടെ നാട്ടിലെത്തിച്ചു. പത്തനംതിട്ട ജില്ലക്കാരായ അരുവിക്കുഴിയിൽ അനീഷ് കുമാർ, ഐരിയൂർ കുഞ്ഞിറ്റുക്കര വാഴയിൽ തോമസ് അലക്സാണ്ടർ, കോഴിക്കോട് സ്വദേശി നൌഫൽ അബ്ദുൾ ജബ്ബാർ എന്നിവരെ കൂടാതെ ഒരു കണ്ണൂർ സ്വദേശിയുമാണ് കഴിഞ്ഞ ദിവസം നാട്ടിലെത്തിച്ചത്. ഡ്രൈവർ വിസയിലായിരുന്നു അനീഷ് കുമാറും തോമസ് അലക്സാണ്ടറും കഴിഞ്ഞ വർഷം നവംബറിൽ റിയാദിലെത്തിയത്. എന്നാൽ ഡ്രൈവർ ജോലിക്ക് പകരം ഒരാൾക്ക് കൃഷിത്തോട്ടത്തിലും മറ്റൊരാൾക്ക് ഒട്ടക ഫാമിലുമായിരുന്നു സ്പോൺസർ ജോലി നൽകിയത്. റിയാദ് KMCC വെൽഫെയർ വിങ്ങിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസിൽ അന്വേഷണം നടത്തിയത്. മരുഭൂമിയിലെ കഠിനമായ കാലാവസ്ഥയിൽ ഇരുവരും വളരെ പ്രയാസപ്പെട്ടു. ഭക്ഷണവും ശമ്പളവും കൃത്യമായി ലഭിക്കാതെ വന്നപ്പോൾ ഇരുവരും നാട്ടിൽ തങ്ങളുടെ ദയനീയാവസ്ഥ അറിയിച്ചിരുന്നു. തോട്ടപ്പുഴശ്ശേരി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് TK രാമചന്ദ്രൻ നായർ വിഷയം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ഇതനുസരിച്ച് ഇന്ത്യൻ എംബസിയിൽ പരാതി നൽകുകയും റിയാദ് KMCC സെൻട്രൽ കമ്മിറ്റി വെൽഫെയർ വിങ് ചെയർമാൻ സിദ്ദീഖ് തവൂരിനെ വിഷയത്തിൽ ഇടപെടാൻ ചുമതലപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു. സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് CP മുസ്തഫയും വെൽഫെയർ വിങ് വളണ്ടിയർമാരായ ഇംഷാദ് മങ്കട, ഉന്നൈസ് കാളിക്കാവ് എന്നിവരും പ്രശ്നത്തിൽ ഇടപെടുകയും ഈ നിരന്തര ഇടപെടലുകൾക്കൊടുവിൽ ഇവർക്ക് ലഭിക്കാനുള്ള ശമ്പള കുടിശ്ശിക തൊഴിലുടമ നൽകാൻ തയ്യാറാവുകയും കഴിഞ്ഞ ദിവസം റിയാദിൽ നിന്നും കൊച്ചിയിലേക്ക് പുറപ്പെട്ട വിമാനത്തിലാണ് ഇരുവരും നാട്ടിലെത്തിയത്. ഇരുവർക്കുമുള്ള ടിക്കറ്റ് റിയാദിലെ ഒരു സന്നദ്ധ സംഘടനയുടെ പ്രവർത്തകരാണ് നൽകിയത്. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.